എല്ലാവർക്കും വോളിയം പ്രൊഫൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡേറ്റ് ജൂൺ 7, 2026 നിഫ്റ്റിയുടെ എക്സ്പയറി ആയിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നിഫ്റ്റിയുടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാമെന്നതാണ്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ഒരാളാണെങ്കിൽ നമുക്ക് വോളിയം പ്രൊഫൈൽ എന്ന് പറയുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതേപോലെ ഫ്രീ ആയിട്ടുള്ള ഒരു ടെലിഗ്രാം ഗ്രൂപ്പുണ്ട്. ഓക്കെ, കോമൺ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. ആർക്ക് വേണമെങ്കിലും അതിനകത്ത് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. വാട്സപ്പ് ഗ്രൂപ്പിൽ ഓൺലി ഫോർ വോളിയം പ്രൊഫൈൽ സ്റ്റുഡൻസ്. ഓക്കെ, അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് വാട്സപ്പ് ഗ്രൂപ്പ്. അതിനകത്ത് നമ്മൾ വോളിയം പ്രൊഫൈൽ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ലെവൽസ്, സിഗ്നൽസ് എല്ലാം കൊടുക്കുന്നുണ്ട് ഇന്ത്യൻ മാർക്കറ്റിലും ഫോറക്സിലും. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയിലെ ഇന്നലത്തെ വീഡിയോ കണ്ട ആളുകൾക്കറിയാം, ഞാൻ കുറച്ച് ലെവൽസ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലെവൽസിലൊന്നും മാർക്കറ്റ് ഇന്ന് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല. അപ്പം കാരണം ഞാൻ വരാത്ത ലെവൽ, ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഞാൻ തന്നിരിക്കുന്ന ലെവലിൽ മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഞാൻ അതിനെപ്പറ്റി പറയാറുള്ളൂ. വരാത്ത ലെവലിനെ പറ്റി ഞാൻ സംസാരിക്കാറില്ല. ഓക്കെ, അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൽ ഞാൻ ഒരു കോൾ ഇട്ടിട്ടുണ്ടായിരുന്നു, 24,500 പുട്ട്. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 38 റേഞ്ചിൽ ബൈ ചെയ്യാമെന്ന് പറഞ്ഞത്. ഓൾമോസ്റ്റ് ഞാൻ ബൈ ചെയ്ത സമയത്താണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഏകദേശം 12:30 ആ റേഞ്ചിലൊക്കെയാണ് ബൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് ഏകദേശം എന്ത് ചെയ്തു, SL ആയിട്ട് എൻ്റെ മൈൻഡിലുണ്ടായിരുന്ന SL എന്ന് പറയുന്നത് 30 ബിലോ ആണ്. കാരണം എന്ന് പറയുമ്പോൾ അവിടെ നമുക്കൊരു ഫസ്റ്റ് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതിനുശേഷം 85 വരെ അത് പോയി. ആ പ്രീമിയം എന്ത് ചെയ്തു, ഡബിൾ ആയിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ആ ലെവലിൽ വന്നു. കറക്റ്റ് ആ ലെവലിൽ നിന്ന് വന്നിട്ട് മാർക്കറ്റ് ഏകദേശം 100 പോയിട്ടുണ്ടായിരുന്നു. 2 പ്രാവശ്യം ഈ ഒരു ട്രേഡ് എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായി. 2 പ്രാവശ്യം നിങ്ങളെടുത്ത പ്രീമിയം ഡബിൾ ആയിട്ടുണ്ടായിരുന്നു. ഇത് ഫ്രീ ആയിട്ടുള്ള ടെലിഗ്രാമിൽ കൊടുത്തതാണ്. ആർക്ക് വേണമെങ്കിൽ അതിന് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും, ആർക്ക് വേണമെങ്കിലും ട്രേഡ് എടുക്കാൻ വേണ്ടി പറ്റും. പക്ഷേ നിങ്ങൾ എടുക്കുന്ന ട്രേഡിൻ്റെ ലോജിക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ വോളിയം പ്രൊഫൈൽ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് അത് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം വോളിയം പ്രൊഫൈൽ ബേസ്ഡ് ആയിട്ടുള്ള എൻട്രീസ് മാത്രമാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ, ഓക്കെ, നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ വോളിയം പ്രൊഫൈൽ പഠിച്ചാൽ മതിയാവും. ഓക്കെ, അതിനുശേഷം കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ട ആളുകൾക്കറിയാം ഞാൻ ഈ ലെവലിനെ പറ്റി. കഴിഞ്ഞ ദിവസത്തെ അല്ല, ഫ്രൈഡേയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു, ഇന്നും. ഓക്കെ, വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പിൽ ഞാൻ ഫ്രൈഡേ ഓൾമോസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ ഈ ലെവലിനെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലത്തെ ദിവസം ഞാൻ ഈ ലെവൽ ഇട്ടിട്ടുണ്ടായിരുന്നു. താഴത്തെ ലെവൽ, മേലത്തെ ലെവൽ ഓൾറെഡി ഫ്രൈഡേ മുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ 1 മിനിറ്റിലെ ചാർട്ടിൽ ഫസ്റ്റ് എന്ത് ചെയ്തു, മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് റിജക്റ്റാണ് വരുന്നത്. മാർക്കറ്റ് അവിടെ ക്ലോസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അവിടുന്ന് റിജക്ഷൻ അടിച്ച് മാർക്കറ്റ് 85 നിന്ന് ഏകദേശം 55 വരെ മാർക്കറ്റ് എന്ത് ചെയ്തു, വന്നു. ഓക്കെ, അതിനുശേഷം വീണ്ടും നമ്മളെ ലെവലിൻ്റെ മേലെ പോയി ഇവിടെ പ്രോപ്പർ ക്ലോസിങ് കിട്ടി നമ്മളെ ലെവലിലേക്ക് വന്നു. ഓക്കെ, ഏകദേശം നമ്മളെ SL എന്ന് പറയുന്നത് 2 പോയിൻ്റാണ്. ഓക്കെ, 2 പോയിൻ്റ് നമ്മൾ 1 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആണ്. അപ്പോൾ 2 പോയിൻറ്റിൽ നിന്നുള്ള ചിലപ്പോൾ 4 പോയിൻ്റായി മാറും. 4 പോയിൻ്റൊക്കെ നിങ്ങൾക്ക് നിഫ്റ്റിയിൽ ട്രേഡ് വേറെ ഏതെങ്കിലും ലോകത്തുള്ള നിങ്ങൾ കോടികൾ ബോഡി പഠിച്ചു കഴിഞ്ഞാൽ പോലും 4 പോയിൻറ്റിലൊക്കെ SL നിങ്ങൾക്ക് ട്രേഡ് കിട്ടുമോ എന്നുള്ളത് കണ്ടറിയണം. ഓക്കെ, കാരണം നമ്മൾ അത്രയും ചെറിയ ലെവലിലാണ് നമ്മൾ SL പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം നമ്മൾ കൊടുക്കുന്ന ലെവൽസ് നമ്മളെ വോളിയം പ്രൊഫൈൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമ്മളെ ലെവലിൽ മാർക്കറ്റ് ആക്ട് ചെയ്തിരിക്കും. ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ വോളിയം പ്രൊഫൈൽ പരിപാടി നിർത്തി പോകും. അപ്പോൾ നമ്മൾ ഇത്രയും വർഷമായിട്ട് വോളിയം പ്രൊഫൈൽ പഠിച്ചിട്ടുണ്ട്. വോളിയം പ്രൊഫൈൽ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ലെവലെ ആക്ട് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് നമ്മളിപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇത്രയും ചെറിയ SL-ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഓൾമോസ്റ്റ് 34 പോയിൻ്റ് നമ്മൾ റിസ്ക് റിവാർഡ് എന്ന് പറയുന്നത് 1:15 ആണ്. നിങ്ങൾ 1000 രൂപ റിസ്ക് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 15,000 രൂപയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുള്ള ടാർഗറ്റ്. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും ആ ലെവലിൽ വന്നു. ഈ ടൈമിലൊക്കെ ഞാൻ വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഈ ഒരു ലെവലിൽ റിസ്ക് എടുക്കാൻ താല്പര്യമൊക്കെ റിസ്ക് എടുക്കാമെന്ന് പറഞ്ഞിട്ട് മാർക്കറ്റ് ഏകദേശം വീണ്ടും നമ്മൾ 2 ട്രേഡ് ഓൾമോസ്റ്റ് എന്ത് ചെയ്തു, നമ്മളെ ലെവൽ കറക്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് നമുക്ക് 1:26 ഒക്കെയാണ് ഈ ഒരു ടാർഗറ്റ് വന്നിട്ടുള്ളത്. 2 ട്രേഡ് അവിടെ കഴിഞ്ഞു, നമുക്ക് 2ലും പ്രോഫിറ്റ് വന്നു. മൂന്നാമത്തെ ട്രേഡ് നമ്മളെ ലെവലിൻ്റെ താഴെ ആക്റ്റീവായി നമ്മളെ ലെവലിൽ റീടെസ്റ്റ് എടുത്തു. നോക്കിക്കഴിഞ്ഞാൽ അറിയാം, കറക്റ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തു, റീടെസ്റ്റ് കറക്റ്റ് ലെവലിൽ റീടെസ്റ്റ് ഏകദേശം 1.5 പോയിൻ്റാണ്. കാരണം നമ്മൾ ഇവിടെ SL വെക്കാത്തതിൻ്റെ റീസൺ 2 പ്രാവശ്യം മാർക്കറ്റ് ഇതിന് മേലെ പോയതുകൊണ്ട് തന്നെ ഇവിടുന്ന് നല്ലൊരു സെല്ല് വരാനുള്ള ചാൻസ് നമ്മൾ കണ്ടതുകൊണ്ടാണ് ഡയറക്റ്റ് സെല്ല് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം 2 പോയിൻ്റ് എന്ന് പറയുന്നത് ക്യാൻഡിൽ ക്ലോസ് വന്നപ്പോൾ ചിലപ്പോൾ 3 പോയിൻ്റ് SL ആയിട്ട് വരും. അതിനുശേഷം നേരെ മാർക്കറ്റ് കറക്റ്റ് നമ്മളെ ലെവൽ, ഈ ലെവൽ നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഞാൻ ഈ ലെവലിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതേപോലെ തന്നെ ഇന്നലെ വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പിൽ ഞാൻ ഈ ലെവലിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്തതാണ്, ഈ താഴത്തെ ലെവൽ. ഓക്കെ, അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്തു, നമ്മളെ ടാർഗറ്റ് എന്ന് പറയുന്നത് 1:32 ആണ്. 1000 രൂപ റിസ്ക് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് 32,000 രൂപയാണ് നിങ്ങൾക്ക് പ്രോഫിറ്റ് വരിക. ഈ ലെവൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ലെവൽ ഞാൻ ഓൾറെഡി വീഡിയോയിൽ പ്രൊവൈഡ് ചെയ്ത ലെവലാണ്. ഇന്നലെ നിങ്ങൾക്ക് പറഞ്ഞ ലെവലാണ്. സ്റ്റിൽ ആ ലെവലിൽ നിന്ന് മാർക്കറ്റ് ആക്ട് ചെയ്തു. ഏകദേശം 35 പോയിൻ്റ് മാർക്കറ്റ് പോയി. പിന്നെ ഞാൻ ഇവിടെ പറയാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ മീൻസ് 24,500 പുട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 38 റേഞ്ച് സപ്പോർട്ടാണ്. ഓക്കെ, ആ കറക്റ്റ് ആ ലെവലിൽ വന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു ലെവൽ വരെ വെയിറ്റ് ചെയ്തിരുന്നത്. കറക്റ്റ് അവിടെ നിന്നാണ് മാർക്കറ്റിൽ ഫോളോ ചെയ്ത്. ഈവൻ ദോ നമ്മളെ ലെവൽ ക്ലോസ് ചെയ്ത ഏകദേശം 3 മണിക്കാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. നമ്മളെ ലെവലിൻ്റെ താഴെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. 3 മണിക്ക് നിങ്ങൾ ആ പുട്ടിൻ്റെ ചാർട്ട് എടുത്ത് നോക്കി നോക്കൂ, നിങ്ങൾക്ക് എത്ര പോയിൻ്റ് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടാവും. ഏകദേശം 3 മണിൻ്റെ ക്യാൻഡിൽ ഇതായിരിക്കും അല്ലേ. ഏകദേശം എത്രയാണ് ക്ലോസിങ്,
68 ക്ലോസ് ചെയ്ത സാധനം ഏകദേശം 108 വരെ വീണ്ടും അവിടുന്ന് പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എവിടെ നോക്കിയെടുത്ത് കഴിഞ്ഞാലും ഈസി ആയിട്ട് കാരണം ഇത് ഞാൻ വോളിയം പ്രൊഫൈലിലല്ല, ഞാൻ ടെലിഗ്രാമിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പിൽ കൊടുത്തത് ഇതാണ്. ഓക്കെ, ഇതിനകത്തായിരുന്നു നമ്മളെ പ്ലാൻ മുഴുവൻ ഉണ്ടായിരുന്നത്. ഇതിനകത്താണ്, ഈ പ്രീമിയത്തിലാണ്, ചെറിയ പ്രീമിയത്തിലാണ്. ഏകദേശം 76 രൂപയുടെ പ്രീമിയത്തിലായിരുന്നു നമ്മളെല്ലാ പ്ലാനും ഉണ്ടായിരുന്നത്. എല്ലാ ലെവലും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കുക. കാരണം ഇത് ഞാൻ മാർക്കറ്റ് കഴിഞ്ഞതിന് ശേഷം എഡിറ്റ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്ന ലെവലല്ല. നിങ്ങൾക്ക് ഫ്രൈഡേ മുതൽ ചെക്ക് ചെയ്യാം, ഇന്നലത്തെ വീഡിയോ ചെക്ക് ചെയ്യാം, ഫ്രൈഡേയിലെ വീഡിയോ ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഈ ലെവലിൽ ഒരു പോയിന്റ് പോലും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്തിയില്ല. നിങ്ങൾക്ക് അപ്പോഴേതാണ് ലെവൽ തന്നത്, ആ ലെവൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും തരുന്നത്. കാരണം നമുക്ക് നമ്മളെ സ്ട്രാറ്റജി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ലെവൽ പോയി എഡിറ്റ് ചെയ്തിട്ട് മാറ്റേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഓക്കെ, അങ്ങനെ നമ്മൾ എഡിറ്റ് ചെയ്ത് മാറ്റം വരുത്തുകയാണെങ്കിൽ നമ്മളെ സ്ട്രാറ്റജി അവിടെ ഫെയിൽ ആണെന്നാണ് അർത്ഥം. അപ്പോൾ പിന്നെ നമ്മൾ എഡിറ്റ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. നമ്മൾ വർക്ക് ചെയ്യാതെ ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് പഠിപ്പിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ആ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യുന്നത് തന്നെ ഫേക്കാണ് അല്ലേ. നമ്മൾ ലെവൽ പഠിപ്പിക്കുന്നുണ്ട്, നമ്മളെ സ്ട്രാറ്റജി പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ കൊടുക്കുന്ന ലെവൽ മാത്രമാണ് നമ്മളിവിടെ കൊടുത്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഞാൻ ഗ്രൂപ്പിൽ കൊടുക്കാത്ത ഒരു ലെവലും ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല, കൊടുക്കുന്ന ലെവൽ മാത്രമാണ് ഞാനിവിടെ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിഫ്റ്റിയിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ജസ്റ്റ് ഗോൾഡിൽ ഓയിലിലേക്ക് ഓയിലിൽ ജസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബൈയിങ് ലെവൽ താഴെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബൈയിങ് സ്റ്റിൽ റണ്ണിങ്ങിലാണ് ഉള്ളത്. എപ്പോഴാണ് ആക്റ്റീവായത്? ഇന്നലെയാണ് ആക്റ്റീവായിട്ടുള്ളത് അല്ലേ. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം എത്ര ചെറിയ പോയിൻ്റ് SL ഇപ്പോഴും സ്റ്റിൽ എന്താണ് റണ്ണിങ്, ഏകദേശം 3.6% റണ്ണിങ്ങിലാണ് കിടക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഗോൾഡിലേക്ക് പോവാം. ഗോൾഡിൽ ചിലപ്പം ചെയ്യുന്ന ലെവലൊക്കെ കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ടാകും. കാരണം ഞാൻ ഗ്രൂപ്പിലിടുന്നതുകൊണ്ട് ലെവൽ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഗ്രൂപ്പിൽ കൊടുത്ത ലെവലിനെ പറ്റി പറയാം. 51 എന്നുള്ള ലെവൽ, 51 to 55 ഞാൻ ഇന്നലെ മുതൽ ഗ്രൂപ്പിൽ പറഞ്ഞതാണ്. കാരണം ആ ലെവൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം എനിക്ക് തോന്നുന്നത് ഞാൻ ഗ്രൂപ്പിൽ കൊടുത്തത് ഈ ഒരു ടൈമിലായിരിക്കും. ഓക്കെ, വൈകിട്ട് ലെവലിലാണ്. ഈ ലെവൽ ബ്രേക്ക് ചെയ്യുമ്പോൾ മാർക്കറ്റിൽ നല്ലൊരു സെല്ല്. കാരണം ഞാൻ പറഞ്ഞു ഇവിടെ നമുക്ക് ഓൾറെഡി സെൽ ആക്റ്റീവ് ആയിരുന്നു ഈ ലെവലിൽ. ഓക്കെ, 56-58 റേഞ്ചിൽ നമുക്ക് നമ്മളെ വോളിയം പ്രൊഫൈൽ വെച്ച് സെൽ ആക്റ്റീവ് ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 51 കൂടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് മാർക്കറ്റിൽ സെല്ല് ഒരു സ്ട്രോങ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. അവിടുന്ന് ബ്രേക്ക് ചെയ്തു നേരെ നമ്മുടെ 30 എന്നുള്ള റേഞ്ചിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 30 എന്ന റേഞ്ചും ഞാൻ ഓൾറെഡി ഇന്നലെ ഗ്രൂപ്പിൽ കൊടുത്തതാണ്. 30 to 33 എന്നുള്ള റേഞ്ച്, അത് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ അത് ഞാൻ ഇന്ന് വരച്ചത് കൊണ്ടാണ് മാറ്റങ്ങൾ. ഇന്നലെ ഞാൻ കൊടുത്തത് 30 to 33 റേഞ്ചാണ്. ഓക്കെ, സ്റ്റിൽ മാർക്കറ്റ് അവിടുന്ന് ബ്രേക്ക് ചെയ്ത് നമ്മളെ ലെവലിൽ വന്നു. അതിനുശേഷം മാർക്കറ്റ് നോക്കി കഴിഞ്ഞാൽ 51 റേഞ്ചിൽ മാർക്കറ്റ് വീണ്ടും എന്ത് ചെയ്തു, വന്നു. അവിടുന്ന് വീണ്ടും മാർക്കറ്റ് സെല്ല് ചെയ്തു. അതിനുശേഷം വീണ്ടും റിജക്ഷൻ എടുത്തു. ഇവിടെയാണ് പ്രോപ്പർ ഒരു ക്ലോസ് കിട്ടിയത് അല്ലേ. പ്രോപ്പർ ക്ലോസിങ് ഇവിടെയാണ്. മാർക്കറ്റ് കറക്റ്റ് ലെവലിൽ സപ്പോർട്ട് എടുത്തു. അവിടുന്ന് മാർക്കറ്റ് ഷൂട്ട് ചെയ്തു. ഇന്നത്തെ ദിവസം മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം നിങ്ങൾക്ക്, ആ ലെവലിൽ വന്ന് ഏകദേശം 10 പോയിൻറ്റ് എന്ത് ചെയ്തു, അപ്സൈഡ് പോയി. അതിനുശേഷം ബ്രേക്ക് ചെയ്തു. അവിടുന്ന് ഏകദേശം 34 പോയിൻറ്റ് മാർക്കറ്റ് ഡൗൺ വന്നു. ഓക്കെ, ഒറ്റ ലെവലിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതിനുശേഷം ഇത് ലെവൽ ബ്രേക്ക് ചെയ്തു, മാർക്കറ്റ് നല്ല രീതിയിൽ മേലോട്ട് പോയി. അതിനുശേഷം ഇപ്പോഴും മാർക്കറ്റ് ആ ലെവലിലാണ് ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ലെവൽ എത്ര പ്രാവശ്യമാണ് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് നോക്കി അറിയാം. കാരണം ഈ ലെവലിനെ പറ്റി പറയാനുള്ളത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് മെൻഷൻ ചെയ്ത് ഗ്രൂപ്പിൽ കൊടുത്തതുകൊണ്ടാണ് ഞാൻ ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്. അതേപോലെ ഓരോ ലെവൽസും ഞാൻ ഗ്രൂപ്പിൽ കൊടുത്ത ലെവൽസുകളാണ് പറയുന്നത്. ഈ ലെവൽസ് ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ സെല്ലെടുത്തു, ഇവിടെ നമ്മൾ സെല്ലെടുത്തു. അതിനുശേഷം ഇവിടെ മാർക്കറ്റിൽ പ്രോപ്പർ ക്ലോസിങ് കിട്ടില്ല. നിങ്ങൾക്കറിയാം എല്ലാ ക്യാനിലും 1 മിനിറ്റിൻ്റെ ക്യാനാണ് ഫുള്ള് ഈ റിജക്ഷനാണ് നമ്മൾ ഏരിയാസിൽ എടുക്കുന്നത്. അതിനുശേഷം ബ്രേക്ക് ചെയ്തപ്പം 67 നമ്മൾ വീണ്ടും എന്ത് ചെയ്തു, സെല്ലെടുത്തു. ഓക്കെ, അപ്പോൾ എത്രയും അടിപൊളിയായിട്ടാണ് ലെവൽ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. കാരണം ഇതെല്ലാം ഞാൻ ഗ്രൂപ്പിൽ കൊടുത്ത ലെവലാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അതിനെ പറ്റിയിട്ട് എന്ത് ചെയ്യുന്നത്, സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ അതിനെപ്പറ്റി പറയാറില്ല. ഓക്കെ, അപ്പോൾ ആവശ്യമുള്ള ആളുകൾക്ക് പിന്നെ അതേപോലെ തന്നെ മാർക്കറ്റ് ഈ ഒരു റേഞ്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ബൈ സോൺ ആയിട്ട് കൺസിഡർ ചെയ്യുക. 33 എന്നുള്ള റേഞ്ച് 30 സ്റ്റിൽ മാർക്കറ്റ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ബൈ പ്ലാൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഇത്. ഇനി ഈ ലെവലിൽ ചെയ്യരുത്, കാരണം ഇത് ഓൾറെഡി ഒരുപാട് പ്രാവശ്യം ടെസ്റ്റ് ചെയ്തതാണ്. ഇൻ കേസ് ഇതിൻ്റെ മേലെ പോവുകയാണെങ്കിൽ മാർക്കറ്റ് ഈ 78ൻ്റെ മേലെ പ്രോപ്പർ ക്ലോസ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു സെറ്റപ്പിൽ നിങ്ങൾക്ക് ബൈ നോക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അപ്പം പുതിയതായിട്ട് ഇപ്പോൾ വീഡിയോ കാണുന്നതിന് ശേഷം നിങ്ങൾക്ക് ഈ ലെവലൊക്കെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ, കാരണം എനിക്ക് ഞാൻ ഒരു ദിവസം ഒരു വീഡിയോ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും മാർക്കറ്റ് ഓരോ ടൈമും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കത് ഒരിക്കലും യൂട്യൂബിൽ കൊണ്ടുപോയിട്ട് പുതിയ ലെവൽസ് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ പുതിയ ലെവൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആർക്കെങ്കിലും പഠിച്ചിട്ട് ട്രേഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും, വോളിയം പ്രൊഫൈൽ അറ്റൻഡ് ചെയ്തിട്ട്. ഓക്കെ, അല്ലാതെ ബ്ലൈൻഡായിട്ട് കോൾ എടുക്കുക, ബൈ എടുക്കുക, സെല്ലെടുക്കുക എന്ന് കേൾക്കാൻ വേണ്ടി ആരും വരേണ്ടതില്ല. കാരണം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ പഠിച്ച് എന്താണ് നിങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, ബൈ ആണെങ്കിൽ എന്തുകൊണ്ട് ബൈ എടുക്കുന്നുണ്ട്, സെല്ല് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് സെല്ല് എടുക്കുന്നുണ്ടോ അത് മനസ്സിലാക്കിയിട്ട് ട്രേഡ് ചെയ്യുന്ന ട്രേഡേഴ്സിനെയാണ് നമുക്ക് ആവശ്യമുള്ളൂ. അങ്ങനത്തെ ആളുകളെ മാത്രമാണ് നമ്മൾ സപ്പോർട്ടും ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.